ഞാനിപ്പോൾ യു എയിലാട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാദി ഷൗക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ട്രക്ക് ചെയ്യും, അവിടെ ക്യാമ്പ് ചെയ്യും, ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് നല്ല മട്ടനും ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഒരു പെട്രോൾ പമ്പാട്ടോ, യു എയിലൊരു എനോക്കിൻ്റെ ഒരു പെട്രോൾ പമ്പാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മിക്കവാറും പെട്രോൾ പമ്പൊക്കെ ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജയൊക്കെ അടുത്ത് എത്താറായിട്ടുണ്ട്. 6 വരിയിലൂടെയാട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മിക്കവാറും റോഡിലൂടെയൊക്കെ 100, 110, 120ഒക്കെയാണ് സ്പീഡ്. എന്നാലും നമുക്കൊരു 20 കൂട്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 100ആണെങ്കിൽ 120ഒക്കെ ഓടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് ഷാർജ എത്താനായിട്ടുണ്ട്. ഷാർജ മോസ്കാണ് ആ ദൂരെ കാണുന്നത്. ഒരു അടിപൊളി പള്ളി കാണുന്നില്ല, അത് ഷാർജ മോസ്കാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉമ്മുൽഖാനിക്ക് പോകുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് നൈറ്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് നമ്മുടെ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റിസോർട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടിയെ കാണിച്ചു തരാം. അവർ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടി. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു വീടും അതുപോലെ ഒരു വണ്ടിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. അങ്ങനത്തെ ഇഷ്ടംപോലെ ക്യാമ്പിങ്ങിനുള്ള ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ടിലൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വാദി ഷൗക്കയിൽ എത്താനായിട്ടുണ്ട്. അവിടെ എത്താനാകുമ്പോൾ തന്നെ ഈ കുറേ മലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങും. അപ്പോൾ നമ്മളൊരു ചെറിയ വില്ലേജിലേക്കാണ്, വാദി ഷൗക്കയുടെ അടുത്തുള്ളൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും റോഡുകളൊക്കെ അത്യാവശ്യം നല്ല ഭേദപ്പെട്ട റോഡുകളാട്ടോ. അതിനിപ്പോൾ ഏത് സിറ്റിയിലാണെങ്കിലും ഏത് ചെറിയ സ്ഥലമാണെങ്കിലും റോഡുകൾ താരതമ്യേന നല്ലൊരു ഭേദപ്പെട്ട റോഡുകളായിരിക്കും മിക്കവാറും ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ വില്ലേജ്, വാദി ഷൗക്കയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു വില്ലേജാണിത്. ഇവിടെ അങ്ങനെ വീടുകളും കാര്യങ്ങളും ഒന്നും അധികമല്ല, ചെറിയൊരു അങ്ങാടിയാണ്. കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ, നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനത്തെ കിട്ടും. അതുപോലെ വിറക്, കരി, അങ്ങനെ ക്യാമ്പിങ്ങിന് ആവശ്യപ്പെട്ടിട്ടുള്ള മിക്കവാറും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ജ്യൂസും അതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് റാസൽ ഹൈമ പ്രൊവിഷ്യനിലാട്ടോ, റാസൽ ഹൈമ സ്റ്റേറ്റിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാമ്പിങ്ങിൻ്റെ കുക്കിങ്ങിൻ്റെയൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ലെയ്ത്താണിത്. അടിപൊളിയായിട്ട് കാണാൻ. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്നാൽ ശരിയാക്കി തരും. അതുപോലെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ വിറക്, കരി, അതുപോലെ ഗ്യാസ് സ്റ്റൗ, അതുപോലെ ഈ ഗ്യാസിൻ്റെ സംഭവം ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു കുപ്പിയിൽ ഗ്യാസ്, ബ്യൂട്ടിൻ ഗ്യാസ് കിട്ടും, അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അതുപോലെ കരിയും സാധനങ്ങളൊക്കെയാണ്, ഗ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട്, വിറകുണ്ട് ഒരുപാട്, വിറകിനൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകാണ്, ട്രക്ക് ചെയ്യാനുള്ള സ്പോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് നാഷണൽ ഡേ ആണ്, 2-3 ദിവസം ഹോളിഡേ ആണ്, അതുപോലെ വിൻ്റർ സീസണാണ്. അപ്പം നല്ല തിരക്കുണ്ട്. അതുപോലെ ഈ ട്രക്കിംഗ് സ്പോട്ടിലേക്കൊന്നും നമുക്ക് ഫീയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം കാണാനും ഇവിടെ ക്യാമ്പ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഈ മലയുടെ അപ്പുറം സൈഡിലായിട്ടൊരു വാദിയുണ്ട്. അപ്പോൾ ആ വാദിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങോട്ടുള്ള തിരക്കാട്ടത് കണ്ടില്ലേ, നല്ല റഷാണ്. നാഷണൽ ഡേ ആണ്, അതുപോലെ വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ വിവിധ രാജ്യത്ത് നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ വാദി എന്ന് പറയുന്നത് ഇതാണ്, ഈ വെള്ളം ഒഴുകി വന്നിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് വാദി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡാം കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, അവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമായിരിക്കും. അല്ലാത്ത സീസണിലൊക്കെ നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാനും ട്രക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ സ്ഥലത്തിനാണ് നമ്മൾ വാദി എന്ന് പറയുന്നത്. ഈ വെള്ളം ഒഴുകിയിട്ടുണ്ടാകുന്ന സ്ഥലം, അതാണ് വാദി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന, ക്യാമ്പ് ചെയ്യാൻ വരുന്നവരുടെ വണ്ടികളാട്ടോ. അപ്പോൾ എത്രായിരം വണ്ടികളെന്ന് നോക്കി, എത്ര ആൾക്കാരവിടെ വന്നിട്ടുള്ളത് എന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ വണ്ടികളാണ്. റോഡ് തീരെ അവിടെ അന്നെ അടിക്ക് ഇങ്ങനെ ചുറ്റി വരാനല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോകാണ്ടോ? ഇത് കുഴപ്പമില്ല, ഇത് ഇങ്ങോട്ടൊന്നുമല്ല, അവിടെ മുകളിലൊക്കെ ആൾക്കാർ കയറണേ. അപ്പോൾ ഈ ഒരു വാദിയിലാട്ടോ നമ്മൾ താമസിക്കുന്നത്. ഈ ഒരു മലയുടെ ഒരു ചെരുവിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യും, അതുപോലെ ഇവിടെ ഒരു സ്റ്റേ ചെയ്യും, പിന്നെ ഈ മലമുകളിലേക്ക് പിറ്റേന്ന് രാവിലെ ട്രക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. ഇവിടുത്തെ ഒരു തിരക്ക് നിങ്ങൾ ഞെട്ടിക്കും, കാരണം
അത്ര തിരക്കുണ്ട് ഇവിടെ. ഒരു ഡെസേർട്ടല്ല, ഒരു മലയുടെ ചെരുവിലായിട്ട്, ഇതിന് ചുറ്റും മലയാണ്. ഇങ്ങപ്പം ഈ മലയുടെ നടുക്കാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ തിരക്ക് കണ്ടോ, എത്ര തിരക്കാന്ന് നോക്കി. നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലം കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, അത്ര തിരക്കുണ്ട്. അതുപോലെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ്, കുറച്ച് വൃത്തി കുറവുണ്ട്. എന്നാലും പൊതുവെ ഇവിടുത്തെ നിലവും അതുപോലെ ഈ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. മിക്കവാറും ആൾക്കാർ തന്നെ അവർ കൊണ്ടുവന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് പോകുക. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യാൻ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഒരു 8-10 ബാത്റൂം ഉണ്ട്, പക്ഷേ ഇത്രയും ആൾക്കാർക്ക് അത്ര ബാത്റൂം പോരാ. പിന്നെ ബാത്റൂം വൃത്തിയും കുറവായിരുന്നു. പിന്നെ നമുക്കിവിടെ ഫുഡും കാര്യങ്ങളും, അത്യാവശ്യം ചെറിയ ഫുഡും ചായയൊക്കെ മേടിക്കാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കടകൾ. നമുക്ക് എന്തെങ്കിലും ചായ മേടിക്കാനോ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാനോ അങ്ങനെ ഒരു ഇടുന്ന ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. വിലയൊക്കെ റീസണബിൾ ആയിട്ടുള്ളൊരു വിലയായിരുന്നു കേട്ടോ. സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇവിടെ വില കുറവായിരുന്നു. ഞാനിപ്പോൾ കുറച്ചൊരു ഹൈറ്റിൽ കയറുന്നിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ഇവിടെ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവിടേക്ക് ടിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ ഇവിടുത്തെ വൃത്തിയാണ് കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ടില്ലേ, ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ, 1000 ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഏകദേശം ഒരു 1000 ആൾക്കാരൊക്കെ അടുത്തുണ്ടാവുമല്ലോ. ഇത്രയും ആൾക്കാർ വന്നിട്ടും ഇവിടെ ഒരു പൊടിയോ അതുപോലെ ഒരു വേസ്റ്റോ പ്ലാസ്റ്റിക്കോ ഒന്നും തന്നെ ഇല്ല. അതിൽ മിക്കവാറും ആൾക്കാർ തന്നെ അവർ ക്ലീൻ ചെയ്യും. പിന്നെ അവിടെ ക്ലീനിങ് സ്റ്റാഫുണ്ട്. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലേറ്റും അതുപോലെ ഗ്രില്ലും ബ്യൂട്ടൈൻ ഗ്യാസ്, വിറക് സാധനങ്ങളൊക്കെ ഉള്ള ഒരു കട കേട്ടോ. അതുപോലെ പോപ്കോൺ ഉണ്ട്, ചെറിയ പന്ത് അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട്. പിന്നെ കോൺ ചുടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കടകളൊക്കെ കുറവാണ്. കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. കുറച്ച് ഇരുട്ടായപ്പോൾ ഒന്നും കൂടി തിരക്ക് കൂടുന്നുണ്ട്. ഇത് വേറെ സ്പോട്ടാട്ടോ. ഇത് ആ സ്ഥലത്ത് തന്നെ ഉള്ള ഒരു മറ്റേ സൈഡിലുള്ളതാണ്. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 4x4 വാനാണെങ്കിൽ കുറച്ചുള്ളിലേക്കൊക്കെ കയറ്റിയിടാം. മറ്റേ സാധാ വാനാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് മാറ്റിയിടണം. നമുക്കറിയാമല്ലോ 4x4 ചില റിസോർട്ടിലൊക്കെ കയറിയുള്ളൂ. അതുപോലെ ടെൻറ്റിങ്ങിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളെ ടെൻറ്റ് ഇവിടെയാണ് അടിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ നാളെ രാവിലെ ട്രക്ക് ചെയ്യാൻ പോകുന്ന മലയാണിത്. ആ സ്റ്റെപ്പാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് കയറിയിട്ട് നമ്മൾ നാളെ രാവിലെ ഈ മലയുടെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് കയറും. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 8-10 ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ടെൻറ്റ് ചെയ്യാനുള്ള ക്യാമ്പ് ചെയ്യാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇവിടെ ടെൻറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്യും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ട്രക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡിൻ്റെയൊക്കെ സംഭവങ്ങളാണിത്. ഫിഷ് ഉണ്ട്, അതുപോലെ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്. ഇതൊക്കെ ഗ്രില്ല് ചെയ്യും. ഇത് സീ ബ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാട്ടോ. ഒരു 4 ഫിഷ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നടുക പിളർന്നിട്ട് അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി തോന്നുന്നു. ഇവിടെ ഒരു ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അവർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫിഷ് മസാലയൊക്കെ തേക്കാണ്. ഒക്കെ നമുക്ക് സാധാരണ മസാലകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഫിഷ് മസാല അങ്ങനത്തെ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് തേച്ചിട്ട് നമ്മൾ മസാലയ്ക്ക് പിടിപ്പിക്കാൻ വെക്കും. എന്നിട്ട് ഈ ഫിഷൊക്കെ നല്ല കനലിൽ ചുട്ടെടുക്കും. അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കനും അങ്ങനെ മസാലയ്ക്ക് പിടിപ്പിച്ചിട്ട് കനലിൽ ചുട്ടെടുക്കും. നമ്മുടെ അതിൽ ചാർക്കോളുണ്ട്, അതുപോലെ കോളുണ്ട്. അതിങ്ങനത്തെ ഒരു 3-4 ഗ്രില്ലും കൊടുത്തിട്ടോ ഇത് ചൂടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഗ്യാസ് ഉണ്ട്, ബ്യൂട്ടൈനൊക്കെ വെച്ച് ചായയൊക്കെ തിളപ്പിക്കാൻ പറ്റിയ ഗ്യാസ് ഉണ്ട്. അതുപോലെ ചിക്കനാണ് ഇപ്പോൾ മസാലയൊക്കെ തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടുകളൊന്നും പറയണ്ട, അതൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഉപ്പും മുളകും മസാലയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് കുറച്ച് നേരം അവിടെ മസാല പിടിക്കാൻ വെക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കും. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്. അതുപോലെ ഒരു മട്ടൻ്റെ ഒരു 3 പീസ് വാങ്ങിയിട്ടുണ്ട്. കാല്, ചെസ്റ്റ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ചുടാൻ പോകുന്നത്. അതുപോലെ ചായ ഉണ്ടാക്കാനുള്ള സൗകര്യമാണിത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാസിൻ്റെ അടുപ്പുണ്ട്. അതുപോലെ ഒരു കുപ്പി ബ്യൂട്ടൈൻ്റെ അത് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ അടിപൊളി കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് അത് മസാല പിടിപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂട്ട് നമുക്ക് സാധാരണ അറിയാവുന്ന കൂട്ട് തന്നെയാണ്. മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ചെറിയ മീറ്റ് മസാല, അങ്ങനത്തെയൊക്കെ ചെറിയ കൂട്ട്. പിന്നെ കുറച്ച് നാരങ്ങ, തൈര് അങ്ങനത്തെ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കന് ഗ്രില്ല് കയറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടാൽ തന്നെ ചിക്കന് വെന്തോളും. അങ്ങനെ നമ്മുടെ മട്ടന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. മല്ലിയില, ക്യാപ്സിക്കം, ഉള്ളി, അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. ആദ്യം ഒരു അലുമിനിയം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മുകളിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്.
ഈ ബട്ടർ പേപ്പറിന് കേട്ടോ ശരിക്ക്, കാരണം ബട്ടർ പേപ്പർ വെച്ചാൽ ഈ പേപ്പർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമ്മൾ ക്യാപ്സിക്കം, മല്ലിയില, അതുപോലെ ഉള്ളി, കിഴങ്ങ് ഒക്കെ ഇങ്ങനെ വിരിച്ചിട്ട് മുകളിൽ നമ്മുടെ മട്ടൻ മസാല വെച്ച് വിരിച്ചു. അതുപോലെ അതിൻ്റെ മുകളിൽ വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞെടുക്കണം. നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഒരു 2-3 കോട്ട് പൊതിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ തീക്കനലിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഇത് ഡ്രൈ ആവുന്നത് ഒഴിവാക്കാം, കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ മട്ടൻ്റെ അടുത്ത പീസ് 2-3 പീസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നമ്മൾ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്തു. മട്ടൻ്റെ കാല് നട്ട് ഈ ചാർക്കോളിൻ്റെ പെട്ടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് താഴത്ത് മുകളിലായിട്ട് നന്നായിട്ട് കനൽ കൊടുക്കണം കേട്ടോ. മുകളിൽ താഴേക്ക് നന്നായിട്ട് കനൽ കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ പൊരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഫിഷ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പൊരിക്കുന്നത്. ഫിഷ് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കുക്കാവും. അതുപോലെ മട്ടന് നല്ല ടൈം എടുക്കും. അതുകൊണ്ട് ഫിഷ് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫിഷ് കയറ്റി. അതുപോലെ മട്ടൻ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വെച്ചെടുക്കുകയാണ്. കിട്ടില്ലമ്മാണ് കേട്ടോ, കാരണം ഈ നെയ്യൊക്കെ ഇതിന് പുറത്ത് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കിട്ടില്ല സ്മെല്ലാണ്. ഞാൻ ബട്ടർ പേപ്പർ നേരത്തെ പറഞ്ഞു വെക്കരുതെന്ന് പറഞ്ഞു. ബട്ടർ പേപ്പർ വെക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ ഒരു 2-3 മണിക്കൂറോളം നമ്മൾ മട്ടന് നന്നായിട്ട് കുക്ക് ചെയ്തു. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നല്ല കുക്കായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ നെയ്യൊന്നും പുറത്തു പോകാത്തതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിരുന്നു. അതുപോലെ മീറ്റൊക്കെ ഉണ്ടല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ഇതിൽ ഉള്ളിൽ വെച്ച ക്യാപ്സിക്കം, അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ, പൊട്ടറ്റോ, അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മട്ടൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് അതിൽ കയറിയിട്ട് അത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ മട്ടനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഫിഷും അതുപോലെ മട്ടനും ചിക്കനൊക്കെ നന്നായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ്. അപ്പോൾ ഞാൻ കുറച്ചൊരു നല്ല പാട്ട് കേട്ടപ്പോൾ, നല്ല പാട്ട് ഓളൊക്കെ കണ്ടപ്പോഴാണ് താഴത്ത് പാകിസ്ഥാനികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്നാണ്ട് ഈ പാട്ടും അവരുടെ പരിപാടിയൊക്കെ തന്നെ കണ്ടിരുന്നുണ്ട്. അത് നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഒരു 4-4:30 വരെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നു. നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. കിട്ടില്ലെന്നൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ അങ്ങനെ തീയൊക്കെ, നമ്മുടെ ചിക്കൻ്റെ ബാക്കി തീയൊക്കെ ഒന്ന് കത്തിച്ചപ്പം ആ ചൂടും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ കുറച്ചേരം ഒന്ന് വാങ്ങി. ഒരു 4 മണി മുതൽ 6 മണി വരെ ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു 6 മണിക്ക് എണീറ്റ് ആ മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്, ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും നല്ല ഹൈറ്റുള്ളൊരു മലയാണ് കേട്ടോ. ഏകദേശം ഒരു 500 മീറ്ററോളം, 500 മീറ്ററിൻ്റെ മുകളിലുണ്ട് തോന്നുന്നു. അത്ര സീ ലെവൽ ഹൈറ്റുള്ളൊരു മലയുടെ മുകളിലേക്ക് ട്രക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ഡാമാണിത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഡാം നിറഞ്ഞിട്ട് നമ്മൾ ആ കിടന്നിരുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഒഴിക്കാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ നല്ല മലയൊക്കെ വെട്ടിയിട്ടാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മുകളിൽ നിന്ന് കല്ലൊക്കെ വീണ് നമ്മുടെ ദേഹത്തൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ചില സ്ഥലത്തൊക്കെ അവർ വല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഡാമായിട്ടായി കാണുന്നത്. നമുക്ക് ഡാമിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അത്യാവശ്യം ആഴമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊടുക്കുകയാണ്. ഈ കാണുന്ന ആ ഒരു വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്നുണ്ടല്ല, അതിലൂടെ സ്റ്റെപ്പിലുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് കയറിയിട്ടാണ് നമ്മൾ മുകളിലെ മലയുടെ ടോപ്പിലേക്ക് പോകുന്നത്. അവിടുന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടോ അവിടുന്ന്, കാരണം ഈ മൊത്തം മലയും ചുറ്റുള്ള ഗ്രാമമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാം, അതിൻ്റെ കുറച്ച് അടുത്ത് നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ മല കയറ്റം ആരംഭിക്കുകയാണ്. ആ ട്രക്കിങ്ങിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മോഡറേറ്റ് ഡേഞ്ചർ, അതുപോലെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ പച്ച മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ മാത്രമായിട്ട് നമ്മൾ പോകുന്നത്. അതിൽ കൂടെ സ്റ്റെപ്പുള്ളൂ, ബാക്കിയിലേക്ക് കൂടെ ഒന്നും സ്റ്റെപ്പില്ല. അപ്പോൾ ഈ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ അതിൽ കൂടെ പോകേണ്ടൊക്കെ സ്റ്റെപ്പ് മാത്രം കയറിയിട്ട് പോരുക. സ്റ്റെപ്പ് കയറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹസ്കി, കുറച്ച് റഷ്യക്കാരൊന്നും എടുത്തുകാരറിയില്ല, ഒരു ഹസ്കിനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പട്ടികളാണ്. എനിക്ക് വീട്ടിൽ വളർത്തണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ്.
അതുപോലെ നമ്മുടെ ആ ഡാം ഇതാ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് കാണാൻ ഇതാ ആ ബാക്കിലാണ് നമ്മൾ ടെൻറ്റ് ചെയ്തത്, ആ സൂം ചെയ്ത ഭാഗത്ത്. അതിൻ്റെ മുകളിലത്തെ അടുത്തുള്ള വരിയിൽ കൂടെ ഒക്കെ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ സ്റ്റെപ്പ് ഇല്ല, സ്റ്റെപ്പ് ഇല്ലാത്ത ഭാഗത്ത് കൂടെയാണ് കയറുന്നത്. കുറേ ആൾക്കാർ സ്റ്റെപ്പ് ഇല്ലാത്ത സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ കയറി പോയിട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പുള്ള ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. അത് തന്നെ നമ്മൾ കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ഷീണം ചെയ്യും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര കുത്തനെയില്ല കയറ്റല്ല, അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഒരു എഫേർട്ട് എടുക്കണം എന്നില്ല, കുറച്ച് സേഫാണ്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കിതപ്പ് അങ്ങനത്തെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയറാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ സൂര്യൻ ഉദിച്ച് വരുന്നത്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. മലയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ സീന് നല്ല ഭംഗിയുണ്ട് കാണാൻ, നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന അതുപോലത്തെ ഒരു സീന്. അപ്പോൾ നമ്മൾ കുറച്ചൊരു കയറി ഹാഫ് എത്തുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് കാണാൻ, മലയാളീസും അതുപോലെ റഷ്യക്കാർ, ഫോറിനേഴ്സ്, നോർത്ത് ഇന്ത്യൻസ്, എല്ലാ ഭാഗത്തും നല്ല ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ ആ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ആ മലയുടെ ചെരുവിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. പിന്നെ ഈ ട്രക്കിങ്ങിനെയൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മലയുടെ മുകളിലൊക്കെ കയറുന്നുണ്ട്, സ്റ്റെപ്പില്ലാത്ത ഭാഗത്ത് കൂടെ. അപ്പോൾ വീണ്ടും കയറിയിട്ട് അടുത്തൊരു സ്പോട്ടാണിത്. ഇത് ഏറ്റവും ടോപ്പില്ല കേട്ടോ, അടുത്ത സ്പോട്ടല്ല, ഏറ്റവും ടോപ്പിലുള്ള സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ സീ ലെവലിൻ്റെ ഹൈറ്റ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ സൺലൈറ്റ് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അടിപൊളിയായിട്ടോ ഈ സീന് കാണാൻ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ച കാണാൻ ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ നല്ല തണുപ്പാണ്, രാവിലെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ ഈ മലയുടെ ഒക്കെ അങ്ങ് ദൂരെ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ഇതുവരെ നമുക്ക് സ്റ്റെപ്പുള്ളൂ, ബാക്കി നമുക്ക് ട്രക്ക് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടേക്ക് കയറ്റവും കാര്യങ്ങളൊന്നുമില്ല, ഇനിയെക്കൊണ്ട് നമുക്ക് ട്രക്ക് ചെയ്തൊക്കെ പോകാം, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ അവർ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ മാപ്പിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ട്രക്ക് ചെയ്ത് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ സ്റ്റെപ്പ് ഇത്രയും ദൂരമുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കിട്ടില്ല എക്സ്പീരിയൻസ് ആട്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്. അടിപൊളിയാണ് സംഭവം. ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി നടന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ കുറച്ചൊരു കിടക്കാട്ടോ അവിടെ. അപ്പോൾ നമ്മുടെ സൈഡിൽ ഭയങ്കര ചെരിവാണ്, ഭയങ്കര താഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കുന്നതൊക്കെ കുറച്ച് സൂക്ഷിച്ച് വേണം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി മുകളിലത്തെ കാഴ്ച കണ്ടു, അടിപൊളി കേട്ടോ, ഭയങ്കര വൈബാണ്. എവിടെ നോക്കിയാലും മലയാട്ടോ, 4 സൈഡും മലയാണ്. ദൂരത്തേക്ക് പോകുന്തോറും മലയുടെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഈ മലയില്ലാത്ത പ്ലെയിനായിട്ട് ഭാഗങ്ങളൊക്കെ ആണ്, അതായത് സീ ലെവലിലാണ് ആ ദൂരെ കാണുന്നത്. ഇതൊക്കെ മലയുള്ള ഭാഗങ്ങളാണ്, സീ ലെവലിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് മലയുള്ള ഭാഗങ്ങളാണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്, 500 മീറ്ററൊക്കെ ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിൽക്കാനുള്ളൂ, അധികം നേരം നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാലിങ്ങനെ ചെറിയൊരു വിറയലൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ കയറിയതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും, നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് കയറിയല്ലേ. അപ്പം സ്റ്റെപ്പ് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പുണ്ട്, നമുക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് കയറുന്ന ക്ഷീണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി. കുറേ ആൾക്കാർ വീട് കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് തിരക്ക് കുറച്ചും കൂടെ കൂടുന്നത്, കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. ഞാൻ വിചാരിച്ചത് ഒരു 5 മണിക്കൊക്കെ വരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അത്ര നേരത്തെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സൺറൈസിൻ്റെ ആ ടൈമിൽ വരിക, എന്നിട്ട് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ഇറങ്ങാം. ഒരു 1.5 മണിക്കൂറിൻ്റെ ടൈമൊക്കെ നമുക്ക് എടുക്കുകയുള്ളൂ. അത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഇതൊക്കെ നമ്മൾ ആ കയറി വരുന്ന സ്ഥലം കേട്ടോ. എത്ര ദൂരം ഉണ്ട് നോക്കി, ഇതൊക്കെ മൊത്തം കയറി വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും ആ ഡാമിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മൾ ഈ ഡാം നോക്കുമ്പോൾ ചുടി അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഡാമിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മാർബിളൊക്കെ ഇട്ടിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് ട്രക്ക് ചെയ്തിട്ട് കയറാം. അതുപോലെ ഇവിടെ കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പാടില്ല. ഇവിടെ ഈ കണ്ടോ, ഈ ടൈലിട്ട ഭാഗത്ത് കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അത് ചെരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ കാണുന്നത് ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടുള്ളവർ കൊണ്ടുവന്ന ഒരു വണ്ടികളാട്ടോ. ഇതിൽ തന്നെ ബാത്റൂം, ബെഡ്റൂമും കിച്ചണും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടിയുടെ ബാക്കിൽ കെട്ടി വലിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടികളാണിത്. അതുപോലെ നമ്മൾ ഡാമിലേക്ക് കുറച്ച് സെൻട്രലായിട്ട് കയറി നിൽക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. കുറച്ച് ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ഈ ഡാമിൽ വെള്ളമൊക്കെ കൂടുന്ന സമയത്ത് ആ ക്യാമ്പ് ചെയ്ത ഭാഗത്തു കൂടെയൊക്കെ വെള്ളം ഒഴിക്കും. അപ്പോൾ അന്ന് നമുക്കവിടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളെയാണ് നമ്മൾ വാദി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഇഷ്ടംപോലെ വാദികളുണ്ട്. മഴക്കാലത്ത് അതിലൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ടാവും. അങ്ങനെ വെള്ളം ഒഴുകി രൂപപ്പെട്ടിട്ടുള്ള ചെറിയൊരു ചാല്, അങ്ങനത്തെ സംഭവങ്ങളെയാണ് വാദി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്കായിട്ട് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ക്യാമ്പ് ചെയ്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോയപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ ഒരു റാമ്പ് കണ്ടോ. അങ്ങനെ മുകളിൽ നല്ല ഭംഗിയിൽ കല്ലൊക്കെ ചെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി നോക്കാം. അങ്ങോട്ട് കയറുമ്പോഴേ ഇവിടെ ഒരുപാട് കല്ലുകൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ല് വീഴും. ആ കല്ല് ചെറിയ കല്ലാണെങ്കിൽ മേത്ത് വീണാൽ നമുക്ക് കാര്യമായിട്ട് അപകടം പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കല്ലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. സിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഒരു വൃത്തിയുണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം കാര്യങ്ങളുണ്ട്. ബാത്റൂമൊക്കെ ഭയങ്കര ശോകമാണ് കാണാൻ. ഒരു വൃത്തിയില്ലാത്ത ബാത്റൂമാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയാൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സംഭവം തന്നെ. എവിടെ കയറിയാലും ഈ മരങ്ങളൊക്കെ തന്നെ കാണാനുള്ളൂ. അതുപോലെ ഇവിടെ ആരോ കുക്ക് ചെയ്തിട്ടിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആ ഡാമിന് താഴെയുള്ള സ്ഥലവും അതുപോലെ ആ ഡാമും ഒക്കെ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇവിടുന്ന് കാണാം. അപ്പോൾ ക്യാമ്പിംഗ് സ്പോട്ടിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്ലീനിങ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഈ ക്യാമ്പും അതുപോലെ ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മൾ തന്നെ കുറേ ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് പോയാലും അത്യാവശ്യം വൃത്തി ഉണ്ടാവും. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. അതുപോലെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു ഉച്ചയൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചാണ്ട് ഇപ്പോൾ ഈ റാസൽ ഖൈമ വിട്ടിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി മരുഭൂമിയിട്ട്, നല്ല ചുവന്ന കളറിലെ മരുഭൂമിയിട്ട്. അതുപോലെ ഈ ഡിസേർട്ടിൽ ഇങ്ങനെ ഒറ്റയായിട്ട് നിൽക്കുന്ന മരങ്ങൾ കാണാനൊരു പ്രത്യേക രസമാണ്. ഇവിടുത്തെ മരുഭൂമിയുടെയൊക്കെ ഒരു കളറാണ്, ഒരു ചുമപ്പ് മരുഭൂമി. പക്ഷെ അതിങ്ങനെ ദൂരെ കണ്ടോ, അതൊരു മരുഭൂമി, ഒരു വെറൈറ്റി മരുഭൂമിയില്ലേ, ചുമന്നിട്ടുള്ള മരുഭൂമി. അങ്ങനെ ഈ കുറ്റി കുറ്റി മരങ്ങളൊക്കെ ഒരു പ്രത്യേക രസമായിട്ട് കാണാൻ. അവിടെ ദൂരെ കണ്ട ഒരു മല, ഒരു സൈഡ് ഒരു മഞ്ഞ എന്ന് പറയാൻ പറ്റും അതിന്, ഒരു വേറെ കളർ, തൊട്ടപ്പുറത്ത് ചുമപ്പ്. അങ്ങനത്തെ വെറൈറ്റി മലകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഷാർജ ടൗണൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ല, അവിടുത്തെ നല്ല പുല്ലൊക്കെ വിരിച്ചിട്ട് അടിപൊളി. എന്താ വൃത്തി നോക്കി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ, അടിപൊളി സ്ഥലം. നല്ല വൃത്തിയുണ്ട് കാര്യങ്ങൾ. ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മളിപ്പോൾ എത്താനായിട്ടുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഷാർജ മോസ്കിൻ്റെ അടുത്തിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമല്ല, നമ്മൾ പോയപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ ഷാർജ മോസ്കാണിത്. അത് ഷാർജ മോസ്കാണ്. അതെ ഷാർജ മോസ്ക് തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഷാർജ മോസ്ക്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള വൃത്തിയും വെടിപ്പുള്ളൊക്കെ നല്ല സ്ഥലമായിട്ട് കാണാൻ. ഈ പള്ളി ഇത്രയും വലുപ്പമുണ്ടോ? ഞാൻ ചെറിയ പള്ളിയാവുന്നതാണ് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടല്ലോ ഇത്. ഇത് കുറച്ചും കൂടി അടുത്തുനിന്നുള്ള ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇത് കാര്യമായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. കുറച്ച് അടുത്തുനിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.